നമുക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? നമുക്ക് ഒരു ബൈബിൾ ഇല്ലായിരുന്നുവെന്ന് കരുതുക. നമുക്ക് രക്ഷയില്ലായിരുന്നു, കുരിശില്ലായിരുന്നു, ഒഴിഞ്ഞ ശവകുടീരമില്ലായിരുന്നുവെന്ന് കരുതുക. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഈ വീണ്ടെടുപ്പിന്റെ പുസ്തകത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഭാവിയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഭാവി എല്ലാം വിവരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാവി. ദൈവം നിങ്ങളിൽ താൽപ്പര്യപ്പെടുന്നു. ഈ രക്ഷയെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? നിങ്ങൾ യേശുക്രിസ്തുവിനെ അവഗണിച്ചാൽ, അതിൽ അവഗണിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരുപക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ നിരസിക്കാൻ പോകുന്നില്ല, നിങ്ങൾ അവനെ അവഗണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സഭയിൽ ചേരും, ശരി. ഒരുപക്ഷേ നിങ്ങൾ ഇതിനകം ഒരു സഭയിലെ അംഗമായിരിക്കാം. എന്നാൽ ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവനെ അവഗണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും അവനുവേണ്ടി സമയമില്ല. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമനല്ല. മറ്റെന്തോ ഒന്നാമതാണ്. അവൻ ഒന്നാം സ്ഥാനം ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും നാഥനും യജമാനനുമായിരിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു.